ഹലോ ഫ്രണ്ട്സ് പറഞ്ഞോ. ഹലോ ഗൈസ്. ഇത് പറയുന്നില്ലേ? ഹലോ ഗൈസ്. ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? കോൾഡ് ബൂസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഇത്ര ഇഷ്ടമാണോ കോൾഡ് ബൂസ്റ്റ്? ആണോ? ഇവനോ? എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. ഇവ എവിടെന്നാ കോൾഡ് ബൂസ്റ്റ് കഴിച്ചേന്ന് പറഞ്ഞേ? മഞ്ചേരിയുടെ ഒപ്പം അപ്പോട്ട മഞ്ചേരി ഏട്ടനാണ്. അവിടെ നമ്മള് സ്റ്റുഡിയോ ഒക്കെ പോയിട്ട് അവിടെ അടുത്തൊരു കോൾഡ് ബാർ ഉണ്ട്. അവിടെ കോൾഡ് ബൂസ്റ്റ് ഒക്കെ കഴിക്കും. അതിന്റെ കൂടെ എന്താ കഴിക്കാറ്? ഞങ്ങള് വെക്കേഷനൊക്കെ കഴിഞ്ഞതാ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ട് ഒരാഴ്ചയായി. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇവർക്ക് ഇഷ്ടപ്പെട്ടതാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം ഇവർക്ക് നാട്ടിലൊക്കെ പോയ സമയത്ത് നാട്ടിൽ നിന്ന് ഒരു കോൾഡ് ബൂസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു കോൾഡ് ബൂസ്റ്റ് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും ഇത്. ഇനി പുറത്ത് പോയൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു പാക്കറ്റ് പാലും കുറച്ച് ബൂസ്റ്റും ഉണ്ടെങ്കിൽ പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി വളരെ ഈസി ആയിട്ട് നടക്കും. പുറത്തൊന്നും പോയി കുടിക്കേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണ് കോൾഡ് ബൂസ്റ്റ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ലൈവു ഇത്തൂന് വേണോ കോൾഡ് ബൂസ്റ്റ്? ഇത്തു വേണോ? ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കോൾഡ് ബൂസ്റ്റ് ഉണ്ടാക്കാനുള്ള പാല് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാച്ചിയ പാലല്ല കേട്ടോ, കാച്ചാത്ത പാല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു പാക്കറ്റ് പാല് ഫ്രീസറിൽ വെച്ച് ഇതുപോലെ ഐസാക്കി എടുത്തു. അതുപോലെ തന്നെ മറ്റേ പാക്കറ്റ് പാല് ഞാൻ ഫ്രീസറിൽ വെച്ചില്ല, താഴെ ഭാഗത്താണ് വെച്ചത്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പാലിൻ്റെ അളവ്. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഐസാക്കിയ പാലാണ്. അതിനാണ് കൂടുതൽ തണുപ്പുണ്ടായിരിക്കുക. ബൂസ്റ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ കോഫി പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. കോൾഡ് കോഫിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൾഡ് കോഫി റെഡിയാവും. നമുക്ക് വേണ്ട ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കോഫി പൗഡർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബൂസ്റ്റാണ് എടുക്കുന്നത്. പിള്ളേർക്കൊക്കെ ബൂസ്റ്റാണ് താല്പര്യം. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ബൂസ്റ്റ് എടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. എൻ്റെ ബൂസ്റ്റ് കുറച്ച് കട്ടയായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഞാനൊന്ന് അലിയിച്ചെടുക്കട്ടെ. തണുത്ത വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇതൊന്ന് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ബൂസ്റ്റിൻ്റെ അളവും നമ്മുടെ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാലൊഴിച്ച് ഇത് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ബൂസ്റ്റ് ഇനിയും വേണം തോന്നുകയാണെങ്കിൽ നമുക്കപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി നമ്മുടെ പാലൊഴിച്ച് അടിച്ചതിന് ശേഷം നമുക്കിത് എത്ര വേണമെന്ന് ഇനിയും നമുക്ക് നോക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഈ ബൂസ്റ്റും പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കാം. തണുത്ത പാലൊഴിക്കുന്ന കാരണം ചിലപ്പോൾ പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിത് ആദ്യം തന്നെ വേറെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നത്. ഇതപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഐസായിട്ടുള്ള 1/2 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ബൂസ്റ്റ് ഉണ്ടോ മധുരം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇനി ഒരു ചെറിയൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഓപ്ഷണലാണ്. നമുക്കിതിലേക്ക് വാനില ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യണമെന്നില്ല. നമുക്ക് അത്യാവശ്യം നല്ല പത ഇപ്പം തന്നെ നമ്മുടെ ജാറിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും പത കൂടുതലായിട്ട് വരും. അപ്പോൾ ഞാനിനി ഇതിലേക്ക് വാനില ഐസ്ക്രീം ഒരു 3 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കട്ടി കിട്ടും. നമ്മുടെ ജ്യൂസിന്, കോൾഡ് ബൂസ്റ്റിന് അത്യാവശ്യം ഒരു കട്ടിയായിട്ടുള്ളൊരു ഇത് കിട്ടും.
അപ്പോൾ അതും കൂടെ ഞാൻ എന്താ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല ഐസ്ക്രീം ആഡ് ചെയ്യണം എന്നുള്ളത്. ഐസ്ക്രീം ഇതിൽ വെറും ഓപ്ഷണൽ മാത്രമാണ്. ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക. ഞാനിത് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്തേ ഇതിൽ ബൂസ്റ്റ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള ബൂസ്റ്റ് കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മധുരവും കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗറും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം. കോൾഡ് ബൂസ്റ്റ് ഉണ്ടാക്കാൻ എന്താ ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കിനി വീട്ടിൽ മക്കൾക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു റെസിപ്പിയാണ് കോൾഡ് ബൂസ്റ്റ്. ഇതിലേക്ക് ബൂസ്റ്റിന് പകരം കോഫി പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ആളുകൾക്കും കോൾഡ് കോഫി ആയിട്ട് കഴിക്കാം. അതും നല്ല ടേസ്റ്റിയാണ്. ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കാരണമാണ് ഇതിലേക്ക് ബൂസ്റ്റ് ആഡ് ചെയ്തത്. കാരണം മക്കൾക്ക് ഇവിടെ കോഫി പൗഡർ ഇട്ടിട്ട് താല്പര്യമില്ല. അപ്പോൾ അത് കാരണമാണ് ബൂസ്റ്റ് ആക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങൾ പറയൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഞാനിത് ആ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ബൂസ്റ്റും ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താ ഇത്ത് കഴിക്കണേ? അതന്നെ. എന്താ ഇത്തു ഈ കഴിക്കണേ? എന്താ കഴിക്കണേ? കോൾഡ് ബൂസ്റ്റ്. ടേസ്റ്റ് ഉണ്ടോ?